അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് കോളേഴ്സ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സ്ലീവ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൻ്റെ നോട്ട്സൊക്കെ നമ്മൾ തന്നു. അപ്പോൾ അതിൽ സ്ലീവ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. അതുപോലെ നമ്മൾ കോളേഴ്സിലും ഡിഫറെൻറ്റ് ടൈപ്പ് കോളേഴ്സ് ഉണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻ അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോളേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അത് പ്രാക്ടിക്കലിൽ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് കോളേഴ്സ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കോളർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? കോളർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഷർട്ടിനൊക്കെ സാധാരണ കാണുന്നതാണ് നമ്മൾ കോളർ. അത് എന്താണ് കോളർ എന്ന് പറഞ്ഞാൽ, നമ്മൾ നെക്ക് ലൈനിൽ, ഏതെങ്കിലും ഒരു ഗാർമെൻറ്റിൻ്റെ നെക്ക് ലൈനിൽ അതിൻ്റെ ഭംഗി, അതിൻ്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ബ്യൂട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് എന്ത്, കോളേഴ്സ്. ഓക്കെ, പിന്നെ അതെന്തൊക്കെ ചെയ്യും? നമ്മുടെ അതായത് നെക്ക് ലൈൻ്റെ റോ എഡ്ജസ് അല്ലേ, റോ എഡ്ജസ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? കോളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം കോളേഴ്സിന് 3 പാർട്ടുകളുണ്ട്, 3 പാർട്സ്. ഫസ്റ്റ് മേളിലുള്ള ലെയറിനെ നമ്മൾ അപ്പർ കോളർ എന്ന് പറയും. ഇതാണ് അപ്പർ കോളർ. ഇതേപോലെ താഴെ, ഏറ്റവും താഴെ ഒരു ലെയർ ഉണ്ട്, അതിനെ നമ്മൾ അണ്ടർ കോളർ എന്ന് പറയും. അതിൻ്റെ ഇടയിൽ നമ്മളൊരു ലെയറും കൂടെ വയ്ക്കുന്നുണ്ട്, അതിനെ നമ്മൾ ലൈനിങ് എന്ന് പറയും. അപ്പോൾ ലൈനിങ്ങിന് പകരം നമ്മൾ സാധാരണ എങ്ങനെയാണ് ഉണ്ടാവുക? ക്യാൻവാസാണ് വെക്കുക അല്ലേ? ഷർട്ടിനൊക്കെ ആണെങ്കിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്യും. അതേ ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാവുക. എന്നിട്ട് നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കും. ക്യാൻവാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഒരു വൈറ്റ്, കുറച്ച് തിക്കായിട്ടുള്ളൊരു മെറ്റീരിയലാണത്. അത് നമ്മുടെ കോളറിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക ചെയ്യാം. അപ്പോൾ കോളറിന് 3 പാർട്സ് ഉണ്ട്: അപ്പർ കോളർ, അണ്ടർ കോളർ ആൻഡ് ലൈനിങ്. അപ്പം ലൈനിങ് എന്ന് പറയുന്ന അറിയാലോ, നമ്മൾ ഒരു മീഡിയം വെയിറ്റ് ഉള്ളതായിരിക്കും. ഒന്നുകിൽ നമ്മൾ അയൺ ചെയ്തിട്ട് അവിടെ ഫിക്സ് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ നമ്മളൊന്ന് അവിടെ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് അവിടെ ഫിക്സ് ചെയ്ത് വയ്ക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ 2 ലെയറും 3 ലെയറും കൂടെ നമ്മൾ നമ്മളിപ്പം കോളർ, അതായത് ഷർട്ടിൻ്റെ പാർട്ടിലേക്ക് ജോയിൻ ചെയ്ത് വരുന്ന ഭാഗം ഇതാണല്ലോ, ഈ സൈഡാണല്ലോ, അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ സൈഡും നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഫിനിഷ് ചെയ്യും. ഫിനിഷ് ചെയ്യുന്നത് ഈ കോളർ ഉണ്ടല്ലോ, അതല്ല ലൈനിങ്ങിൻ്റെ പാർട്ട്, അത് നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചിടുമ്പം അതൊക്കെ ഉള്ളിൽ പോവും. ഇങ്ങനെ ഈ 3 ലെയർ ഇതേപോലെ വെച്ച് ചെയ്യുകയാണെങ്കിൽ എന്താ പറ്റുക? നമ്മൾ ഈ റോ എഡ്ജസ് കാണാണ്ടിരിക്കാൻ വേണ്ടി നമ്മളിത് തിരിച്ചിടുമ്പോൾ എന്ത് പറ്റും? ലൈനിങ് ഒക്കെ പുറത്തായി പോവും. അപ്പോൾ ഈ ലൈനിങ് ഏതെങ്കിലും ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഏറ്റവും അടിയിലോ വെക്കണം, എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പം നമ്മളിത് തിരിച്ചിടുമ്പോഴാണ് അത് ഉള്ളിൽ പോവുള്ളൂ. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം ടൈപ്പ് ഓഫ് കോളറിൽ 3 ടൈപ്പ് കോളേഴ്സേ ഉള്ളൂ. ഒരെണ്ണം റോൾ കോളർ, സെക്കൻഡ് ഫ്ലാറ്റ് കോളർ, മൂന്നാമത്തത് സ്റ്റാൻഡ് കോളർ. ഈ 3 ടൈപ്പ് കോളേഴ്സിൻ്റെ കുറേ കാറ്റഗറീസ് ഇതിൽ വരുന്നുണ്ട്. അപ്പം 3 ടൈപ്പേ ഉള്ളൂ കോളേഴ്സ്. ഫസ്റ്റ് വൺ റോൾ കോളർ. റോൾ കോളർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ ഷർട്ടിൽ കാണുന്നുണ്ടല്ലോ, സാധാരണ ജെൻസിൻ്റെ ഷർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോളറുണ്ട്, അത് റോൾ ചെയ്ത് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അല്ലേ? ഒരു സ്റ്റാൻഡ് കോളർ പോലെ വന്നിട്ട് ബാക്കിയുള്ള പോർഷൻ എന്ത് ചെയ്യും? ഫോൾഡ് ഓവർ, അതിങ്ങനെ താഴേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കിടക്കുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ പറയുന്നത് റോൾ കോളർ. അടുത്തതാണ് ഫ്ലാറ്റ് കോളർ. ഫ്ലാറ്റ് കോളർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ കുട്ടികളെ ഫ്രോക്കിലൊക്കെ ഫ്രണ്ട് കാണും, റൗണ്ട് ഷേപ്പിലൊക്കെ. അതെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റായിട്ട് അങ്ങനെ കിടക്കുകയാണ് അവിടെ. അതുതന്നെയാണ് നമ്മൾ ഫ്ലാറ്റ് കോളർ എന്ന് പറയാം. ഓക്കെ, നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിലേക്ക് അതിങ്ങനെ ഫ്ലാറ്റായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ പീറ്റർ പാൻ കോളറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ വരുന്നത് കേട്ടോ. ഫ്ലാറ്റ് കോളറിലെ ഒരു എക്സാമ്പിളാണ് പീറ്റർ പാൻ കോളർ. നമ്മൾ സാധാരണ ഫ്രോക്കിലൊക്കെ നമ്മൾ ഫ്രണ്ടിൽ കാണാമല്ലോ, അത് കാണിച്ചു തരാം. അപ്പോൾ അതിനെയാണ് നമ്മൾ പീറ്റർ പാൻ കോളർ എന്ന് പറയാം. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് കോളർ. ആ വേർഡ് തന്നെയുണ്ട്. സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? പൊന്തി നിൽക്കും. നമ്മൾ ഷർട്ടിൽ ഹൈനെക്ക് പോലെയൊക്കെ വയ്ക്കുമല്ലോ, അങ്ങനത്തെ അതിനെയാണ് നമ്മൾ സ്റ്റാൻഡ് കോളർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ റോൾ കോളർ, ഷർട്ടിലൊക്കെ ഉള്ള പോലെ. ഇത് സാധാരണ ഇങ്ങനെ ഇവിടം വരെ സ്റ്റാൻഡ് ചെയ്തിട്ട് പുറത്തേക്ക് തൂങ്ങിക്കിടക്കും. അതിനെയാണ് നമ്മൾ റോൾ കോളർ എന്ന് പറയാം. പിന്നെ ഫ്ലാറ്റ് കോളർ, സാധാരണ ഫ്രോക്കിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ
ഹാങ് ചെയ്ത് കിടക്കുക. അതിനിങ്ങനെ സ്റ്റാൻഡപ്പ് ഒന്നുമില്ല, പൊന്തിയിട്ട് താഴ്ന്നല്ല, ജസ്റ്റ് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് തന്നെ ഫിക്സ് ചെയ്യുന്ന. പിന്നെ സ്റ്റാൻഡ് കോളർ എന്ന് പറഞ്ഞാൽ എന്താ, കഴുത്തിലിങ്ങനെ പൊങ്ങിയിരിക്കും. നമ്മളെ ഹൈനെക്ക്, നെഹ്റു കുർത്തയിലൊക്കെ കാണുമല്ലോ, കുർത്തകളിലൊക്കെ കാണുന്നത് നമ്മൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡ് കോളർ എന്ന് പറയാം. ഫസ്റ്റ് വൺ നമ്മൾ ഫ്ലാറ്റ് കോളർ എന്താന്ന് പറഞ്ഞു അല്ലേ. അപ്പം സീം ലൈനിന്ന് എന്ത് ചെയ്യും, താഴേക്ക് ഇങ്ങനെ ആ ഗാർമെൻറ്റിൻ്റെ മേളിലേക്ക് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കിടക്കും. അപ്പം ഇതിൻ്റെ ഷേപ്പ് പല ടൈപ്പിൽ നമ്മൾ ചെയ്യും. ഇതിപ്പം എക്സാമ്പിളാണ്, ഒരെണ്ണം പീറ്റർ പാൻ കോളർ. ഇതിലിപ്പം നമ്മൾ ഈ ഭാഗം സെപ്പറേറ്റ് ചെയ്യും, ഇപ്പുറത്തുള്ളത് വേറെ സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നുണ്ട് പീറ്റർ പാൻ. ഓക്കെ, ഫ്രോക്കിൽ വെക്കുന്നത് സാധാരണ പീറ്റർ പാൻ കോളറാണ്, വൺ വേർഡിൽ എപ്പോഴും ചോദിക്കും കേട്ടോ. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോളറാണ് സെയിലർ കോളർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ വി ഷേപ്പ്, ബാക്കിൽ നമ്മുടെ എന്താണ് സ്ക്വയർ ഷേപ്പ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ഫ്രണ്ടിൽ വി ഷേപ്പ്, ബാക്കിൽ സ്ക്വയർ ഷേപ്പുള്ള കോളേഴ്സിനെ നമ്മൾ സെയിലർ കോളർ എന്ന് പറയും. സെയിലേഴ്സിൻ്റെയൊക്കെ കോളേഴ്സ്, നിങ്ങൾ ആ ഷിപ്പിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ സെയിലേഴ്സിൻ്റെ യൂണിഫോമിൽ ഉണ്ടാകുന്നതാണ് ഈ കോളർ, സെയിലർ കോളർ. ഇതൊക്കെ എക്സാമ്പിളാണ്. ഫ്ലാറ്റ് കോളറിൻ്റെ ബേർത്ത, ഇതൊക്കെ ചോദിക്കും ചിലപ്പോൾ കേട്ടോ. ഈ പേരൊന്ന് ഓർത്ത് വയ്ക്കുക. ഇത് കോളറാണോ, സ്ലീവാണോ, നെക്ക് ലൈൻ ആണോ എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. ഇത് വന്നിട്ടുണ്ട് ബേർത്ത, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പിൽഗ്രിം, കേപ്പ് കോളറൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. പീറ്റർ പാൻ, പ്യൂരിറ്റാൻ, സെയിലർ, പോർട്രേറ്റ്, ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഫ്ലാറ്റ് കോളേഴ്സിന് എക്സാമ്പിളാണ്. അടുത്തത് റോൾഡ് കോളർ എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു, നമ്മൾ സ്റ്റാൻഡപ്പ് ആയിട്ടൊരു സാധനം നിൽക്കുന്നുണ്ടാവും, പിന്നെ എന്ത് ചെയ്യും, ഇത് ഹാങ് ചെയ്ത് കിടക്കുകയാണ്. ഇതിനെയാണ് നമ്മളെന്ത് പറയുക, ഈ ടൈപ്പ് ഷർട്ടിലുള്ളതിനെ നമ്മൾ ഷേക്സ്പിയർ കോളർ എന്ന് പറയും. സാധാരണ ഷർട്ടിൽ ഉപയോഗിക്കുന്നതാണ് എന്ത്, ഷേക്സ്പിയർ കോളർ. അപ്പോൾ ഇതിൻ്റെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇത് സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നൊരു പോർഷൻ, ഇത് റോൾ ചെയ്തിരിക്കുന്നുണ്ട് അല്ലേ, ഇത് ഫ്ലാറ്റായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കുറേ വേരിയേഷൻസ് ആണിത്. ഈ റോൾ കോളറിൻ്റെ വേരിയേഷനിൽ വരുന്നതാണ് ഷോൾ കോളർ. നമ്മൾ സ്യൂട്ടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ, നിങ്ങളുടെ യൂണിഫോമിൻ്റെയൊക്കെ ഫ്രണ്ടിലുണ്ടാവും ഇങ്ങനെ കുറച്ചൊന്ന് വന്നിട്ട് ഫോൾഡ് ചെയ്ത് കിടക്കുന്ന പോലെ, അതിനെയാണ് നമ്മൾ ഷോൾ കോളർ എന്ന് പറയുക. പിന്നെ ടെന്നീസ് കോളറൊക്കെ നമ്മൾ റോൾ കോളറിന് എക്സാമ്പിളാണ്, ഓർത്ത് വെക്കണം. ഇതാണ് നമ്മൾ സാധാ ഷർട്ടിൻ്റെ കോളർ. ഇതിനെ നമ്മൾ പറയുക ഷേക്സ്പിയർ കോളർ എന്നാണ് പറയുക. ഓക്കെ, ഷേക്സ്പിയർ കോളർ. അടുത്തത് റോൾ കോളറിൻ്റെ എക്സാമ്പിൾസ്. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന കോളറിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ചെൽസിയ, ഇത് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. ചെൽസിയ കോളർ, അസിമെട്രിക്കൽ, പോളോ, ഇത് സാധാരണ ഷർട്ടിന്. ഇനി നമ്മളെന്താ പറയുക, സാധാ ഷർട്ടിൻ്റെ കോളർ നമ്മൾ ഷേക്സ്പിയർ കോളർ. ഇത് ഷോൾ കോളർ, വിങ്സ് പോലെ, നോച്ച്ഡ്, കൺവേർട്ടബിൾ ഓപ്പണും, ഇത് ക്ലോസ്ഡും. ഇവിടെ നിങ്ങളുടേത് ഇങ്ങനെയല്ലേ, ഓപ്പണായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പേര് കണ്ടു കഴിഞ്ഞാൽ ഇത് കോളറാണോ സ്ലീവാണോ വരുന്ന കാറ്റഗറിയിലാണ് വരുന്നത് നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. വൺ വേർഡ് ചോദിക്കാറുണ്ട്. അടുത്തത് സ്റ്റാൻഡ് കോളർ അല്ലെങ്കിൽ മണ്ടാരിൻ കോളർ. സാധാരണ നമ്മൾ ചൈനീസ് കോളർ എന്നൊക്കെ പറയും. ഇത് സാധാരണ കാണാറുണ്ടല്ലോ, ജെൻസിൻ്റെയും ഒക്കെ കുർത്തയിലൊക്കെ കാണുന്നതാണ് ഇത് മണ്ടാരിൻ. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കോൺവെക്സ് കേർവ് പോലെ ഉണ്ടാവും അല്ലേ, മുകളിലേക്ക് കയറിയിട്ടുണ്ടാവും. നാരോ ഒരു ബാൻഡ്, അധികം വിഡ്ത്ത് ഉണ്ടാവില്ല ഇതിന് അല്ലേ, നമ്മളെ കഴുത്ത് മൊത്തം കവർ ചെയ്യുന്ന പോലെയല്ല, ജസ്റ്റ് ഒരു നാരോ വിഡ്ത്തിലാണ് നമ്മൾ ഈ ഒരു ബാൻഡ് കോളറിൻ്റെ എടുക്കുക. ഇത് 2 ലെയറിലാണ് നമ്മൾ ചെയ്യുക. കോളേഴ്സൊക്കെ നമുക്ക് 2 ലെയറും അതിൻ്റെ ഇടയിലൊരു ലൈനിങ് അല്ലെങ്കിൽ ക്യാൻവാസും ആവശ്യമുണ്ട്. ഇത് ഷർട്ട് കോളർ വിത്ത് സ്റ്റാൻഡ്. ഇത് കുറച്ച് എക്സാമ്പിൾ. സ്റ്റാൻഡ് കോളർ, മൻഡാരിൻ, ടേർട്ടിൽ നെക്ക്, ടേൺ ഡൗണ്, മോക്ക് ടേർട്ടിൽ നെക്ക്, ക്രൂ ഒക്കെ കുറച്ചൊന്ന് സ്റ്റാൻഡ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. പൊങ്ങിയിട്ട് നമ്മളെ കോളർ ലൈനിൽ നിന്ന്, അതായത് നെക്ക് ലൈനിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഉണ്ടാവും. അപ്പം നെക്കിന് നമ്മളെ ഇറക്കി
ഡെപ്തിൽ വെട്ടേണ്ട കാര്യമില്ല. നമ്മൾ കോളേഴ്സ് ഹൈനെക്ക് ടൈപ്പ് വെക്കുമ്പം നെക്ക് നമ്മൾ ഇറക്കി വെട്ടൂല. വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ പിന്നെ ഇത് ഫിക്സ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നെക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യുമ്പം അതേപോലെ തന്നെയാണ് വെക്കുന്നത്. അതിൻ്റെ മുകളിലേക്കാണല്ലോ നമ്മളിത് എടുക്കുന്നത്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് എന്ത് ബോഡ്കിൻ. നമ്മൾ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സിൽ ബോഡ്കിൻ പറഞ്ഞിട്ടുണ്ട്. ഇതെന്തിനാണ് ഉപയോഗിക്കുക? നമ്മളിപ്പം ഇത് കോളേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിടുന്നു പറഞ്ഞല്ലോ. തിരിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കോർണേഴ്സ്, ഇപ്പം നമ്മൾ ഷർട്ടിൻ്റെയൊക്കെ കോളറാണ് ഫ്രണ്ടിൽ ഇങ്ങനെ കൂർത്ത് നിൽക്കണം, രണ്ട് സൈഡിലും ഇല്ലേ. അപ്പോൾ അതൊന്നും ശരിക്കും കറക്റ്റ് പോയിൻ്റായിട്ട് നിന്നില്ലെങ്കിൽ അവിടെയൊക്കെ സർക്കിൾ പോലെ ആയിപ്പോവും. അപ്പോൾ അതെന്ത് ചെയ്യും? ആ കോർണേഴ്സൊക്കെ നമ്മൾ ഉള്ളിൽ നിന്ന് പ്രസ് ചെയ്തിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോഡ്കിൻ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, കോർണേഴ്സൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോളേഴ്സിൻ്റെ ടൈപ്സും അതിൻ്റെ കാറ്റഗറിയൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ ഈ കോളർ നോട്ട്സ് ഞാൻ സെൻഡ് ചെയ്യുന്നതിനകത്ത് കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ടെർമിനോളജി 3-4 ടേംസ് വരുന്നുണ്ട്. സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ അതിൻ്റെ ഒരു ഡെപ്ത് എന്താണ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിലിട്ടിട്ടുണ്ട്. ഇത് കുറച്ച് കാറ്റഗറി. ഡോഗ് ഇയർ, ഇത് കണ്ടോ, നമ്മുടെ നായ്ക്കുട്ടിയുടെ ഒക്കെ ചെവി പോലത്തെ ഒരു സാധനം. ഡോഗ് ഇയർ കോളർ, ഷോൾ കോളർ, പീറ്റർ പാൻ, ഷർട്ട്, ജബോട്ട്, ഇത് കണ്ടോ. ഇത് സെയിലർ കോളർ ഫ്രണ്ടിൽ ഇങ്ങനെ വി ഷേപ്പ് ആയിരിക്കും, ബാക്കിൽ സ്ക്വയർ ആയിരിക്കും. ബോ കോളർ, ബോ പോലെ നമ്മൾ പറഞ്ഞില്ലേ ബോ. പിന്നെ ടെയിലേർഡ് കോളർ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾ ഒന്ന് നോക്കി വയ്ക്കുക. ഇത് മൻഡാരിൻ കോളർ, സ്റ്റാൻഡ് കോളറാണ്. ഇത് പീറ്റർ പാൻ, ഫ്ലാറ്റ് കോളറിന് എക്സാമ്പിൾ ആയിരുന്നു എന്ത്, പീറ്റർ പാൻ കോളർ. നമ്മൾ സാധാരണ ഫ്രോക്കിൽ വയ്ക്കുക പീറ്റർ പാൻ കോളറാണ്. ഇത് ചെൽസിയ കോളർ, കുറച്ച് ഡെപ്തിലേക്ക് വന്നിട്ടാണ് അത് ഫിനിഷിങ് വരുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സെയിലർ കോളർ, സെയിലർമാരുടെ കോളേഴ്സ് പോലെയുള്ളത്. ഇതിന് ബാക്കിൽ ഞാൻ പറഞ്ഞ പോലെ സ്ക്വയർ നെക്കും ബാക്കിൽ ഫ്രണ്ടിൽ വി ഷേപ്പും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.